ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ കുഞ്ഞൂസിന്, നമ്മുടെ അരുമകൾക്ക് അരുമകളെ ഇഷ്ടമല്ലാതെ ആരാണുള്ളത്? അവരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എന്തിനേറെ വളരെ പവർഫുൾ ആക്കാൻ ഒരു സൂപ്പർ ഫുഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആർ യു റെഡി? യെസ്, കമിങ് അപ്പ്. നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കാൻ പറ്റുന്ന, എത്രയും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന, എന്നാൽ എത്രയും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിശദമായിട്ടറിയാം, ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം, അല്ലെ കുഞ്ഞുസേ? ഓക്കെ, വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ പൂച്ചകളെ സംബന്ധിച്ച് മീറ്റ് മുതൽ ഫിഷ് വരെയുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ഡ്രൈ ഫുഡിനെ പോലെ, അല്ലെങ്കിൽ മറ്റ് വെറ്റ് ഫുഡിനെ പോലെ, അല്ലെ അതിനേക്കാൾ ഉപരി. അതോടൊപ്പം തന്നെ മുട്ട കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുട്ടയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മുട്ട എന്ന് പറഞ്ഞാൽ ഒരു സമീകൃത ആഹാരമാണ് മനുഷ്യരെ സംബന്ധിച്ച്. മുട്ട എന്ന് പറയുന്നത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. കാരണം പ്രോട്ടീൻ നമുക്കറിയാം, നമ്മുടെ അരുമകൾക്കൊക്കെ ആവശ്യമായിട്ട് ഉള്ള സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമേ ഇല്ല, പ്രോട്ടീൻ ആണ് അവർക്ക് ആവശ്യം. അപ്പൊ അവരുടെ ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മുട്ട എങ്കിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അപ്പം എന്താണ് നമ്മുടെ മുട്ടയുടെ ബെനിഫിറ്റ് എന്ന് നോക്കാം. മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത്, അതായത് എസ്പെഷ്യലി മുട്ടയുടെ വൈറ്റിൽ ധാരാളമായിട്ട്, അതായത് മുട്ടയിലുള്ള പ്രോട്ടീൻ്റെ 3/4 പങ്കും അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ എഗ് വൈറ്റിലാണ്. അതായത് ഒരു എഗ് വൈറ്റിനകത്ത് 7 grams ഓഫ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അപ്പം മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതുപോലെ മുട്ടയിൽ അമിനോ ആസിഡ്സ് അടങ്ങിയിരിക്കുന്നു. ഈ അമിനോ ആസിഡ്സ് പൂച്ചകളിലെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഒപ്പം വൈറ്റമിൻസ് ആയ B6, B12, വൈറ്റമിൻ D തുടങ്ങിയ വൈറ്റമിൻസും, അതേപോലെ സെലീനിയം, അയൺ, കോപ്പർ, സിങ്ക് തുടങ്ങിയ മിനറൽസും ഒക്കെ ഇതിൽ സുഭിക്ഷമായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പൂച്ചകൾക്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, അതായത് നന്നായിട്ട് വേവിച്ച മുട്ട മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പച്ച മുട്ട എന്നല്ല, പച്ചയായിട്ട് മീറ്റായാലും ഫിഷായിട്ടും കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല പ്രാവശ്യം പല സമയങ്ങളിലായിട്ട് നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. കാരണം പച്ചയായിട്ടുള്ള, അതായത് റോ മീറ്റ് ആയാലും റോ എഗ് ആയാലും റോ ഫിഷിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ കോളൈ അല്ലെങ്കിൽ സാൽമണല്ല പോലുള്ള ബാക്ടീരിയ. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും. അതായത് കുഞ്ഞുങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഛർദി, വയറിളക്കം പോലുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഫേറ്റൽ, വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. അതുകൊണ്ട് ബിവെയർ. മുട്ട കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എളുപ്പത്തിൽ എന്നാലും 1-2 മുട്ട എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുത്തേക്കാന്ന് ഓർക്കരുത്. മുട്ട നന്നായിട്ട് പുഴുങ്ങി വേവിച്ചിട്ട് വേണം കൊടുക്കുക. അപ്പൊ മുട്ട ഹാൻഡിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മുട്ട നമ്മൾ ഇപ്പം പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചില്ലി ചകഞ്ഞ് നന്നായിട്ട് വേവിച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിലും, ആ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് മുട്ടയുടെ അംശങ്ങൾ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകാതെ കുഞ്ഞുങ്ങളിലേക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പോലും, ആ ഡ്രോപ്സിനകത്ത് പോലും ഈ സാൽമണല്ല എന്ന് പറയുന്ന ഭീകരൻ ഒളിച്ചിരുന്നിരിക്കാം. അത് വിഷമാവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് ബിവെയർ. ഓക്കെ, അപ്പം മുട്ട കൊടുക്കാം പുഴുങ്ങിയിട്ട്, അല്ലെ നന്നായിട്ട് വേവിച്ചിട്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മുട്ട കുഞ്ഞുങ്ങളിൽ, അരുമകളിൽ അലർജി ഉണ്ടാക്കുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അലർജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഫുഡ് അലർജീനെ കുറിച്ച്. ആ ഫുഡ് അലർജിയിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ മുട്ട. അപ്പൊ മുട്ടയിലൂടെ അലർജി ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചെവിയിലും ഒക്കെ ചൊറിച്ചിൽ, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, വയറിളക്കം, വയറുകടി തുടങ്ങിയ അവസ്ഥയിലേക്കും ഇത് എത്തിക്കാം. അതുകൊണ്ട് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട്, അതായത് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എന്ത് വേണം? പ്രിയപ്പെട്ട വെറ്റിനറിയുടെ അടുത്ത് പോകണം. അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ കാറ്റ്സിനെ പരിശോധിപ്പിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ എഗ്ഗ് കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് കൊടുക്കുന്നവർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ മുട്ട കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മുട്ട എന്ന് പറഞ്ഞാൽ നല്ല സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ് എന്ന് വെച്ച് ഡെയിലി അങ്ങ് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു സ്ഥിരം ഫുഡല്ല അത് റെഗുലർ മീലേ അല്ല, അത് ട്രീറ്റ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ മുട്ട കുറെ, ഒരു ബോക്സ് മുട്ട കൊണ്ടുവന്നിട്ട് ഡെയിലി ഒരു 3-4 മുട്ട എടുത്തിട്ട് അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിക്കരുത്. അപ്പൊ ഒരു ദിവസത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ വെച്ചിട്ട് ഒരു ട്രീറ്റ് ആയിട്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് എഗ്ഗ് കൊടുക്കുക.
അത് സ്ഥിരമായിട്ട് കൊടുക്കരുത്. സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെഗുലറായിട്ട് എഗ്ഗ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം എഗ്ഗ് ഈസിലി ഡൈജസ്റ്റബിൾ ആണെങ്കിൽ പോലും ഗ്യാസ് ഫോമിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഗ്ഗ് കൊടുക്കാം. എഗ്ഗ് നല്ല ഡയറ്റ് തന്നെയാണ്, പക്ഷെ പച്ചയായിട്ട് കൊടുക്കരുത്, നന്നായിട്ട് വേവിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ എഗ് പുരാണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കഥ. എല്ലാവർക്കും ഇഷ്ടമായല്ലോ? അപ്പോൾ എത്രയും വേഗത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് എത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. Thank you for watching. Happiness always. Nanda's Pets and us. Kunyu say. Bye.